Prakash, and humbly requesting Sri Jodi Atini and Sri S. Suresh Babu to kindly come forward. Here is the introduction to Sri Listen Stephen and Sri Ashik Usman. Sri Listen Stephen and Sri Sandeep Sena. And now request. ആദ്യമേ തന്നെ ഒരുപാട് സന്തോഷം. ഇന്നിവിടെ വന്നിരിക്കുന്ന നമ്മുടെ ക്ഷണം സ്വീകരിച്ചു വന്ന എല്ലാവർക്കും പ്രത്യേകമായിട്ട് നന്ദി പറയാണ്. പേരെടുത്ത് പറയുന്നില്ല, നമുക്കറിയാവുന്നവരും എല്ലാവരും തന്നെ മുമ്പിലുമുണ്ട്, അവിടെ ഇവിടെ എല്ലാവരും ഉണ്ട്. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചു വന്ന എല്ലാവർക്കും പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. പള്ളിച്ചട്ടമ്പിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ ഒരു യാത്രയാണ്. ആ യാത്രയിൽ ഒരു എഴുത്തുകാരന്റെ ഭാവനയിൽ, നമ്മുടെ സുരേഷന്റെ ഭാവനയിൽ തുടങ്ങിയ യാത്ര ഞങ്ങളുടെ ഒപ്പം കട്ടയ്ക്ക് നിൽക്കുന്ന ടോവി, അവിടെ നിന്ന് ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ വേൾഡ് വൈഡ് ഫിലിംസിന്റെ സൈഡിൽ നിന്ന് നൗഫലും പ്രജേഷിനും എത്തിച്ചേരാൻ പറ്റിയില്ല. അപ്പോൾ വേൾഡ് വൈഡ് ഫിലിംസ് എനിക്ക് തോന്നുന്നു ഇപ്പൊ പറഞ്ഞ പോലെ ഒരുപാട് സിനിമകൾ പല രീതിയിൽ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിലും പ്രൊഡക്ഷൻ ആണെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ദേ വാണ്ടഡ് ദിസ് ടു ബി ദ ഫസ്റ്റ് പ്രൊഡക്ഷൻ നമ്പർ 1. അപ്പോൾ അത് ഞങ്ങളെ കൂടെ കൂട്ടിയതിന് നൗഫലെ ഒരുപാട് സന്തോഷം, താങ്ക് യു. ഇനി ടോവിനെ പറ്റി പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് നടൻ എന്ന രീതിയിൽ ഞാൻ കൂടുതലും പറയണം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള താരമാണ്, സൂപ്പർ സ്റ്റാറാണ്. പക്ഷെ ഈ സിനിമയിലേക്ക് വരുമ്പോൾ എനിക്ക് ഒരുപാട് സ്നേഹം തന്ന എൻ്റെ ഒരു കൂട്ടുകാരനെയാണ് എനിക്ക് ടോവിനെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ചർച്ചകളിലാണെങ്കിലും അത് എത്രത്തോളം സിനിമയ്ക്ക് ശക്തി കിട്ടുന്നുണ്ടെന്നുള്ളത് സത്യം പറഞ്ഞാൽ ടോവി, താങ്ക് യു മാം, താങ്ക്സ് അറിയാം. ഓരോ ചർച്ചകളിൽ നിന്നും ഞങ്ങളത് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ആ യാത്ര തുടങ്ങി. ഇന്ന് 19-ാം തീയതി അതിന്റെ തുടക്കം എന്നോണം ഫസ്റ്റ് ഇയർ ഇട്ട് പൂജ തുടങ്ങിയിരിക്കുകയാണ്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് വരുന്നതിന് മുന്നേ പള്ളിച്ചട്ടമ്പിയുടെ റൈറ്റർ സുരേഷ് ഏട്ടൻ, എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാര്യം ഞാൻ ചെയ്ത മുന്നത്തെ 3 സിനിമയുടെ എഴുത്തുകാരൻ ഇവിടെയുണ്ട്, ഷാനസിന്റെ, അതിന്റെ പ്രൊഡ്യൂസറും ലിസ്റ്റിന് ഇവിടെയുണ്ട്, എനിക്ക് അറിയാവുന്നവരെല്ലാവരും ഉണ്ട്. എങ്കിൽ പോലും ഞാൻ ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു റൈറ്ററിലൂടെ ആദ്യമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അദ്ദേഹം എല്ലാവർക്കും നമസ്കാരം. ഞാൻ 2018 ഞങ്ങള് ആദ്യമായിട്ട് ഈ സിനിമ ഡിസ്കസ് ചെയ്ത് തുടങ്ങുന്നത്. അന്ന് ഞാൻ ആൻഡ് ഓസ്കർ ഗോസ് ടു എന്നുള്ള സിനിമയുടെ ഷൂട്ടിന്റെ സമയത്ത് നിൽക്കുമ്പോഴാണ് ഡിജോ വിളിച്ചിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ആ സമയത്ത് ഡേറ്റുകൾ മാനേജ് ചെയ്യാനൊക്കെ ഭയങ്കര പെടാപ്പാട്. എനിക്ക് ഞാൻ സിനിമകളിലും മറ്റധികമായിട്ടില്ല, അത്രയും സിനിമകൾ ഒരുമിച്ച് ചെയ്യുന്ന സമയത്ത് മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഞാൻ ഡിജോന്റെ അടുത്ത് ആദ്യം പറഞ്ഞത്, ഇഷ്ടപ്പെട്ടാലും കമ്മിറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു നിവൃത്തിയുടെ തൽക്കാലം ഉണ്ട്, അതുകൊണ്ട് നമുക്കിത് ഡിസ്കസ് ചെയ്തിട്ട് കാര്യമുണ്ടോ എന്നാണ് ചോദിച്ചത്. പക്ഷെ ഡിജോ പറഞ്ഞു എന്നാലും നമുക്കൊന്ന് വെറുതെ നമുക്കൊന്ന് ഇരുന്ന് ഡിസ്കസ് ചെയ്യാം എന്ന് പറഞ്ഞ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എങ്ങനെയെങ്കിലും ഡേറ്റ് ഉണ്ടാക്കി ചെയ്യണം എന്നെനിക്ക് തോന്നിയ ഒരു സിനിമയാണ്. അന്ന് സുരേഷ് ഏട്ടനും ഡിജോയും കൂടെ വന്നിട്ടാണ് അന്ന് നരേറ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞു. ഇതിനിടയ്ക്ക് നമ്മൾ ഇത് ചെയ്യാനായിട്ട് നമ്മൾ പലതവണ പ്ലാൻ ചെയ്തെങ്കിലും പലപ്പോഴും അത് നടന്നില്ല. പക്ഷെ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇത്രയും വർഷങ്ങളിൽ ആ സ്ക്രിപ്റ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ അന്ന് കണ്ടതിനേക്കാൾ എത്രയോ എലിവേറ്റഡ് ആയിട്ടുള്ള സീൻ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഈ നമ്മള് ആക്ടിങ് തുടങ്ങിയതിനു ശേഷം ചാൻസ് ചോദിക്കാൻ വേണ്ടിയാണ്, കാരണം ഞാനൊരു ഡയറക്ടർ ആയിരുന്നുകൊണ്ട്. പക്ഷെ എന്നാൽ ചില ഡയറക്ടർമാരുടെ പടം കാണുമ്പോൾ നമ്മൾ തോന്നും ഇയാളല്ലാണ് നമ്മളെ വിളിക്കാതെ. അങ്ങനെ തോന്നിയിട്ടുള്ള ഒരാളാണ് ഡിജോ. ഈ അടുത്ത കാലത്ത് എന്നോട് പറഞ്ഞു, ചോദിച്ചിട്ട് അടുത്ത പ്രവർത്തിച്ചേട്ടനുണ്ട് കേട്ടോ എന്ന് പറയും. ഒരുപാട് സന്തോഷം തോന്നി. പിന്നെ പൂജയ്ക്കൊക്കെ വിളക്കൊക്കെ കത്തിക്കാൻ തന്നു. എനിക്കൊന്നും പടത്തിന് ഒരുവിധം പ്രാധാന്യം ഒരുപാട് തന്നിട്ടുണ്ട്. പടത്തിൽ അപ്രാധാന്യം ഉണ്ടാകുമെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. പിന്നെ ഒരു പുതിയ നിർമ്മാണ കമ്പനി വളരെ സന്തോഷമുള്ള കാര്യമാണ്. കാരണം ഒരു ഇത്തരം ഒരു പ്രൊജക്ടിന് വേണ്ടി ധൈര്യസമേതം ഒരു നിർമ്മാണ കമ്പനി, പ്രത്യേകിച്ച് പരസ്പര വിശ്വാസമുള്ള ഒരു ടീം തന്നെയാണ് ഈ സിനിമയ്ക്ക് വേണ്ടി വന്നിരിക്കുന്നത്. വളരെയധികം സന്തോഷമുണ്ട്. ഡിജോ 3 പടമാണ് ചെയ്തതെങ്കിലും
2 പടത്തിനും സാഹസം എടുത്തയാള് ഞാനാണ്. അപ്പോൾ വളരെയധികം സന്തോഷം. ഡിജോയുടെ ഒരു പടം ഡിജോയുടെ ഒരു പടം എന്ന് പറയുന്നത് എൻ്റെ ഒരു ബ്രദറിന്റെ പടം പോലെ തന്നെയാണ്. അതിൻ്റെ അകത്ത് യാതൊരു ഡൗട്ടും ഇല്ല. ഈ സിനിമയുടെ ഒരു കഥ ഏറ്റവും ആദ്യം കേട്ടവരിൽ ഒരാള് ഞാൻ തന്നെയാണ്. കാരണം ഈ സിനിമ ഒരു ഗംഭീര സിനിമയായിരിക്കും എന്നുള്ളതിൻ്റെ അകത്ത് യാതൊരു ഡൗട്ടും ഇല്ല. കാരണം ഇതിൽ അത്രയും കൊമേഴ്ഷ്യൽ ഒരു സിനിമയാണ്. കാരണം ഇതൊരു ചെറിയ സിനിമയല്ല. ഡിജോയുടെ പേര് പോലെ തന്നെ നീട്ടമുള്ള ഒരു സിനിമയാണ്, ഒരു വലിപ്പമുള്ള ഒരു സിനിമയാണ്. പിന്നെ അതുകൊണ്ടിട്ട് അത് കവറപ്പ് ചെയ്യാനായിട്ട് കുറെ പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്. അപ്പൊ അതുകൊണ്ടിട്ട് എല്ലാവരും ഷെയർ ചെയ്ത് കുറച്ച് ബഡ്ജറ്റ് കൂടിയാലും അത് ഷെയർ ചെയ്യാനായിട്ടുള്ള അവസരവും ആ പ്രൊഡ്യൂസേഴ്സ് എല്ലാവരും കൂടെ ഉള്ളത് കൊണ്ടിട്ട് അതും കുഴപ്പമില്ല. അതെ, ഷെയറിങ് ആണല്ലോ. അപ്പൊ അതുകൊണ്ട് ആ സ്ക്രിപ്റ്റും നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം സിനിമയുടെ ഒരു വലിപ്പം അത്രയും ഉണ്ട്. അതുപോലെ തന്നെ സുരേഷ് ചേട്ടന്റെ ഒരു ഗംഭീര തിരിച്ചുവരവായിരിക്കും ഈ സിനിമ. സുരേഷ് ചേട്ടൻ വേറെ എങ്ങും പോയതുകൊണ്ടിട്ടല്ല, ടൂറായിട്ട് പോയതുകൊണ്ടിട്ടല്ല, സുരേഷ് ചേട്ടന്റെ അത്രയും മാസ്സായിട്ടുള്ള ഒരു സിനിമയാണ് എന്നുള്ളത് എനിക്ക് പൂർണ്ണ ഉറപ്പുണ്ട്. കാരണം ടൈറ്റലിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പള്ളിച്ചട്ടമ്പി ആയതുകൊണ്ടിട്ട് തന്നെ എല്ലാ പള്ളിക്കാരുടെയും എല്ലാ ടൈപ്പുള്ള പള്ളിക്കാരുടെ എല്ലാം, അതായത് ജാതിമത ഭേദമന്യുള്ള എല്ലാ പള്ളിക്കാരുടെയും അനുഗ്രഹവും അതുപോലെ തന്നെ ചട്ടമ്പിക്കാരുടെ എല്ലാ ചട്ടമ്പികളുടെ അനുഗ്രഹവും പ്രത്യേകിച്ചതുള്ളത് കൊണ്ടിട്ടാണ് ഇങ്ങനെ ഒരു ടൈറ്റിൽ ഇട്ടതെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം ഇത്രയും ബഡ്ജറ്റുള്ള സിനിമയാകുമ്പോൾ എല്ലാം കൂടെ നോക്കി വേണമല്ലോ അതിന്റെ ഒരു ടൈറ്റിൽ ഇടാനായിട്ട്. അപ്പം അത് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. പിന്നെ ഇതിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ടൊവിനോ, അപ്പം സിനിമ നടൻ എന്ന നിലയിൽ ഒരു സിനിമയോടൊപ്പം 100% അർപ്പണബോധത്തോടുകൂടി അതിന്റെ ഡയറക്ടർക്കൊപ്പം അതിന്റെ ടീമിനൊപ്പം ആത്മാർത്ഥതയോടുകൂടി വർക്ക് ചെയ്യുന്ന ഒരു ഹീറോയാണ്. അപ്പൊ അത് ഈ പറഞ്ഞതുപോലെ 2018 ഒരു സ്ക്രിപ്റ്റ് വന്നിട്ട് വീടെടുത്ത് പറയണമെങ്കിൽ എന്ന് മുതൽ സുരേഷ് ഇതിന്റെ പണി തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ അന്ന് മുതൽ നേറി ഉള്ളിൽ കിടന്ന ഒരു സ്ക്രിപ്റ്റ് ഇതായിപ്പോ പുകഞ്ഞു തുടങ്ങുന്നു. ഇത് ആളിക്കത്തും ഇറങ്ങുമ്പോൾ അങ്ങനെ അത്രയും ഉള്ളിൽ ഒരു സ്ക്രിപ്റ്റ് ഹോണ്ട് ചെയ്യുന്നുണ്ട്. അതൊരു തിരക്കഥാകൃത്തിന് അത് എഴുതി മിനുക്കാനായിട്ടുള്ള ഒരു ഇതുണ്ടാവുക, അത് കഴിഞ്ഞ് ഒരു സംവിധായകൻ ഇത് ചെയ്യാനായിട്ടുള്ള ഒരു ത്വര ഉണ്ടാവുക, ഒരു നടൻ ഇത് ചെയ്തോളാം വയ്യ എന്ന് പറയുമ്പോൾ അതിന് തീർച്ചയായിട്ടും അതിനകത്തുള്ളിലുള്ള ഒരു ഫയർ ഉണ്ടാവും. അപ്പൊ അത് തന്നെയാണ് ഞാൻ ഈ സിനിമയിൽ പ്രതീക്ഷിക്കുന്നത്. ഡിജോ ഒട്ടും മോശക്കാരനല്ല. അപ്പൊ അതുകൊണ്ട് ഡിജോ ഇത് ചെയ്ത് ഫലിപ്പിക്കാൻ എടുക്കണം. പിന്നെ ഇത് ബാക്ക് ചെയ്യുന്ന ബ്രജേഷ് നേരത്തെ ലിസ്റ്റൻ പറഞ്ഞ പോലെ മലയാള സിനിമ ചെറിയ തുകയിൽ ഓവർസീസിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ്